ഹലോ. നമ്മുടെ കോണില്ലേ, ചോളത്തിൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ടോ? നല്ല ഹൈ ഫൈബറാണ്, നല്ല ന്യൂട്രീഷനാണ്, അധികം വലിയ ഹെവി അല്ല, നമുക്ക് ശരീരത്തിനൊക്കെ നല്ലതാണ്. നമ്മളെന്നും ഈ ഗോതമ്പ് അരിയൊക്കെ തിന്നുകൊണ്ടിരിക്കാതെ ഒരു ഡിഫറൻ്റ് ഒരു ഐറ്റം കഴിക്കും. അപ്പോൾ നമുക്ക് അതിങ്ങനെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ചോളത്തിൻ്റെ പൊടി, നമ്മുടെ ഗോതമ്പ് റവയൊക്കെ പോലെ ചോളത്തിൻ്റെ റവ അത് വാങ്ങിച്ച് വറുത്ത് വെക്കും. അത് വറുത്ത് വെച്ചിട്ട് അതുകൊണ്ട് നമുക്കൊരു ഉപ്പുമാവ് ഉണ്ടാക്കും. ഇതാണ് ആ ഉപ്പുമാവ് ഉണ്ടാക്കിയത്. വെജിറ്റബിൾസൊക്കെ ഇട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. ചോളവും വിത്ത് എല്ലാ വെജിറ്റബിൾസും കൂടി ഇട്ടുണ്ടാക്കി. നമുക്കതൊന്നും ഉണ്ടാക്കാം. അതിന് ഒരു കടായി വെച്ചു. കുറച്ച് എണ്ണ, ഏതെണ്ണയായാലും വേണ്ട, ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഏതെണ്ണയായാലും കുഴപ്പമില്ല. എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ കടുകിട്ടു. കടുക് പൊട്ടി വരുമ്പം കുറച്ച് ഇതിനകത്ത് മാത്രം ഇച്ചിരി പെരുംജീരകം വരുന്നു. മറ്റേ ജീരകമല്ല, വലിയ ജീരകം, പെരുംജീരകമായത്. അതൊരു മസാലയുടെയൊക്കെ ഒരു സ്മെല്ല് വരാൻ വേണ്ടി. അത് കഴിഞ്ഞ് കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ്, 2 പച്ചമുളക് അരിഞ്ഞ്, 2 സവോള, ചെറിയ 2 സവോള അത് അരിഞ്ഞ്, അതെല്ലാം കൂടെ നമ്മൾ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന മാതിരി അതൊന്ന് വഴറ്റുക. ആ ഉള്ളി ഒന്ന് വഴറ്റുമ്പോൾ കുറച്ച് കരിയാപ്പില ഇട്ടു. എന്നിട്ട് ഇച്ചിരി ഉരുളക്കിഴങ്ങ്, തീരെ അങ്ങ് പൊടിയല്ല, ഒന്ന് കടിക്കണം. അതിൽ കുറച്ച് ഉരുളക്കിഴങ്ങ്, അത് ഇച്ചിരി സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ടു. ഒരു ക്യാരറ്റ് ഇട്ടു. ഇതെല്ലാം കൂടെ ഒന്ന് പാതി വേകണം. പാതി വേവിച്ചിട്ട് ഇത് ഒരു 5-6 ബീൻസ് കട്ട് ചെയ്തിട്ടു. അത് കഴിഞ്ഞ് അതിനുള്ള ഉപ്പിടുക. ഈ പച്ചക്കറിക്കുള്ള ഉപ്പിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട്, അത് കഴിഞ്ഞ് നമ്മുടെ ഗ്രീൻ പീസും ചോളമുണ്ട്, കോണും, അത് ഫ്രോസൺ വാങ്ങിക്കുന്നത്. ഗ്രീൻ പീസും ഫ്രോസൺ അതുകൂടെ കഴുകി വെള്ളം കളഞ്ഞ് അത് വിട്ടു. ഇതല്ല കോണ, ഇനിയും കോണിൻ്റെ പൊടി വരുന്നുണ്ട്. ഇത് നമ്മുടെ ചോളം, അങ്ങനെ ഫ്രഷ് ചോളം വാങ്ങിക്കുന്നത്, ഫ്രോസൺ വാങ്ങിക്കുന്നത്, അത് വിട്ടു. ഒരു ശകലം മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതായിട്ട് ഒന്ന് ഹാഫ് ബോയിൽ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഇതാ ചോളപ്പൊടി, ഇതിങ്ങനെ പാക്കറ്റ് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കുന്നു. അതിൻ്റെ ഒരു കപ്പ് ഇട്ടു. അത് ഓൾറെഡി വറുത്ത് വെച്ചേക്കുന്നതാണ്. എന്നാൽ ഇതെല്ലാം കൂടെ ഒന്ന് വറുത്തിട്ട് ഈ വെജിറ്റബിൾസിനകത്തിട്ട് അതോടെ വറക്കുക. എന്നിട്ട് നമ്മൾ അതിന് തന്നെ തിളപ്പിച്ച് വെള്ളം ഒഴിക്കണം. 3 കപ്പ് വെള്ളം ഒഴിക്കണം. 1 കപ്പിന് 3 കപ്പ് വെള്ളം ഒഴിച്ചു. കാരണം ഈ വെജിറ്റബിളെല്ലാം വേകണ്ടേ. 1 കപ്പ് റവയ്ക്ക് 3 കപ്പ് ചൂടുവെള്ളം, തിളച്ച വെള്ളം ഒഴിച്ചിട്ട്, ഇപ്പം നമ്മൾ ഉപ്പൊക്കെ നോക്കണം. കുറച്ച് ഉപ്പ് ഇടാം, ഇച്ചിരി ഉപ്പ് കുറവാണ്. ഇത് നല്ലതായിട്ട് തിളച്ച് കഴിയുമ്പോൾ സിമ്മേ വെക്കാം. സിമ്മേ വെച്ച് അതിൽ നല്ലതായിട്ട് വെജിറ്റബിൾസും എല്ലാം നല്ലതായിട്ട് തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് മൂടി വെച്ച് അങ്ങനെ ഇരുന്ന് വെന്തോളും. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കുമ്പോൾ എല്ലാം നല്ലതായിട്ട് വെള്ളം മുഴുവൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ശകലം ഇച്ചിരി നെയ്യ് അതിൻ്റെ പുറത്തോട്ട് ഒഴിച്ചൊന്നുകൂടെ ഒന്ന് മൂടി വെക്കാം. ആ നെയ്യുടെ ഒരു സ്മെല്ലൊക്കെ എല്ലായിടത്തും വരാൻ വേണ്ടി ഒന്നുകൂടെ അങ്ങനെ മൂടി വെച്ചേക്കാം. തീ ഓഫ് ചെയ്ത് അങ്ങനെ മൂടി വെച്ചേക്കാം. അച്ചുകൂടത്ത് അതവിടെ ഇരുന്ന് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഒന്നുകൂടെ തുറന്ന് എല്ലാം കൂടെ ഇളക്കാം. നല്ല ഹൈ ഫൈബർ വെജിറ്റബിൾസും എല്ലാം ഉണ്ട്.